ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ അവൻ്റെ വായിക്കാത്തായി. ഇത് ഭയങ്കര സൈസ് അല്ലേ. പക്ഷേ ഇവൻ കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടക്കുമോ? നമ്മൾ അടുത്ത ആളെ എടുക്കുകയാണ് കേട്ടോ. ഒരു 2 ദിവസം അവൻ സർവൈവ് അതിൻ്റെ അകത്ത് കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു കേട്ടോ. ഇവൻ കിടന്നോളും. 2 മാസം മുന്നെയോ കൊണ്ടതിൽ ഏറ്റവും വലിയ സൈസ് വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. എന്ത് ലുക്കാന്ന് നോക്കിക്കേ. ഗോൾഡൻ കോബ്ര കിടക്കുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പറ്റിയ ഒരാളെ കിട്ടി. യെസ്, അങ്ങനെ ദേ നമ്മൾ വീട്ടിലോട്ട് എത്തി. അപ്പോൾ വീട്ടിലോട്ട് ഒരു ചേട്ടൻ വണ്ടി കയറ്റിയിട്ടിരുന്നു. അപ്പോൾ വണ്ടി ഇറക്കി തന്നു. ദേ നമ്മൾ വീട്ടിലോട്ട് കയറി കേട്ടോ. ഇത് അങ്ങോട്ടൊക്കെ നോക്കിക്കേ, നല്ല രീതിയിൽ ഇരുട്ടിയാണ് കിടക്കുന്നത് കേട്ടോ. കണ്ടോ നമ്മളെ കൂടിൻ്റെ അങ്ങോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഒരു അടിപൊളി പർച്ചേസ് ചെയ്ത് ഞാൻ ദേ വീട്ടിലോട്ട് എത്തി. മോൺസ്റ്റർ ടാങ്കിൽ അന്ന് നമുക്ക് പീക്കോക്ക് ഡെഡായതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഫിഷ് ഡെഡായി പോയായിരുന്നു. അപ്പോൾ ആ ഫിഷിനെയാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ആ ഫിഷിനെ മാത്രമല്ല, കൂടെ വേറൊരാളെയും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതും കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ഫിഷിൻ്റെ വേറൊരു വെറൈറ്റി, അതാണ് നമ്മൾ എടുത്തിട്ട് വന്നത് കേട്ടോ. സ്ക്രീനിൽ കാണാം, ബാക്കിലോട്ട് വണ്ടി കയറ്റിയിടുകയാണ്. അപ്പോൾ നിധിയെ വിളിക്കണം. നിധിയെ വിളിച്ച് എന്താണെന്നൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് നേരെ നമുക്ക് അങ്ങോട്ടുണ്ട് റിലീസ് ചെയ്യാം. യെസ്, അങ്ങനെ ദേ വണ്ടി കയറ്റി ഇവിടെ ഇട്ടു. അപ്പോഴത്തേക്കും ദേ കാർത്തൂവും വന്നു. കുറേ ദിവസത്തിന് ശേഷം ദേ നിധിയും ഉണ്ട് കേട്ടോ. നിധി നേരത്തെ ഉണ്ട്, കാർത്തൂനാണ് കാണാനില്ലാത്തത്. പനിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാ ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. സ്കിപ്പ് ചെയ്യാൻ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നല്ല കിടിലം ഒരു സാധനം, ഒന്നല്ല 2 സാധനം മേടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പയ്യെ സംസാരിക്കാൻ പറ്റുള്ളൂ, കാരണം അവൾ ഉറങ്ങിയാണ്. അപ്പോൾ എണീപ്പിച്ചാൽ നിധി ഓടേണ്ടി വരും അല്ലേ? അതെ, അതുകൊണ്ട് പയ്യാണ് വ്ളോഗ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഉറക്കെ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് എങ്ങോട്ടാണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ നിങ്ങൾക്ക്? അറിയാമോ? എത്ര എണ്ണം ഉണ്ട്? 1. അപ്പോൾ ഒരെണ്ണം നിനക്കറിയാം. അപ്പോൾ അറിയാത്ത ഒരെണ്ണം എന്താണെന്ന് പറ. ഓ, നിനക്കാ രസമുണ്ട്. ഞാൻ നിങ്ങളെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വേറൊരാളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇത് കണ്ട നാക്ക് നീട്ടി ചേർന്ന് ഉറങ്ങുകയാണ്. ഷുഗറൊക്കെയാണ്. എന്താണ്? അപ്പം ചെവി അടഞ്ഞു. പനി വന്നപ്പോഴേ ചെവി അങ്ങ് അടഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. സൈസ് കുറേ മോശം പക്ഷേ തന്നെ കണ്ടു. അതിൽ 2 പേരാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ടാങ്കിലോട്ടാണ്. എന്താണെന്നൊക്കെ നീ പോയിട്ട് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായിട്ട് നേരെ ഉണ്ട് നിർമ്മിച്ച നിധി ചിക്കൻ അല്ലെങ്കിൽ പണി കിട്ടും. അതെ അതെ, ഫ്രണ്ട്സിലെ ജയറാം ദേ പോകുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ നേരെ പോയി കണ്ടിട്ട് പോയി. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ ചിക്കനൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സെറ്റാക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് ഇട്ടാൽ പണി കിട്ടും. ആഫ്രിക്കൻ മുഷിയെ തിന്നൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടില്ലായിരുന്നല്ലേ? ഒന്നിപ്പോൾ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൻ്റെ അടുത്തൊക്കെ എത്തി. സംഗതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പറ്റിയ ഒരാളെ കിട്ടി. ചിലപ്പോൾ അത് ഫീഡായിട്ട് പോവും, ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്ന് രക്ഷപ്പെടും കേട്ടോ. പണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഇത്. കാർത്തു ഏകദേശം എത്ര നാൾ മുന്നേ കൊണ്ടുപോയതടാ? 1 മാസം മുന്നേ കാർത്തൂന് കിട്ടിയ പട്ടിണി കിട്ട ഒരാളാണ് കേട്ടോ. ക്യാറ്റ് ഫിഷ് വെറൈറ്റി വരുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ആഫ്രിക്കൻ മുഷി. അപ്പോൾ ഇവനെ നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൽ ഇടണമെന്ന് കാർത്തു പറഞ്ഞത്. ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ. അപ്പോൾ അതെ മുഷി. ഓ ഓ ദേ പോകുന്നുണ്ട്. ഞാനിത് ഫീഡാക്കുമെന്ന് അറിയത്തില്ല. ഫീഡ് രാവിലെ കൊടുത്തതേക്കുന്നുണ്ട്. പീക്കുക്ക് പീക്കുക്ക് ഓ നോക്കിക്കത് പോണത്. ഓ ശെൻ്റെ പോയോ ഷെവൽനോസ്. ഒരു പുതിയ ഒരാളെ ഈ ഒരു സൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവനെ ഒന്ന് ഇട്ട് നമ്മൾ നോക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇട്ട ഇവന്മാർ ഉറപ്പായിട്ടും അടിക്കും. ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ അവൻ്റെ വായിക്കാത്തായി റെട്ടയിൽ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ സൈസിലുള്ളവന്മാരെ ഇനി ഇതിലോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന്. ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും ഇതിൻ്റെ അകത്ത് കുഞ്ഞ് സൈസ് ഇടുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ അതിന് മുന്നേ ചിക്കനെ കൊടുത്ത് ഫീഡെ കൊടുത്ത് സെറ്റ് ചെയ്യണം. കാരണം ഇന്ന് 27 ദിവസമായി ഞാൻ ക്ലിക്കൂട്ടി കയറി. ഇന്നാണ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കയറാൻ പോകണം അല്ലേ? അപ്പോൾ കാർത്തൂന് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ഒക്കെ അറിയാൻ പറ്റും. നമ്മൾ സ്ഥിരം കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം ചെയ്ത് നിങ്ങൾ നേരെ പോയി ഒന്ന് കണ്ടിട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. സമയം വന്നിട്ട് 11 മണി കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് നാൾ മുന്നേ നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൽ നിന്ന് നമുക്ക് ഡെഡായി പോയ ഫിഷിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഒരുപാട് ഞാൻ തപ്പി നടന്നു ഈ ഒരു സൈസിന് വേണ്ടിയിട്ട്.
ഫൈനലി അത് കിട്ടി. അപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് അവിടം വരെ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് മോർഫ് ഫീച്ചേഴ്സ് കാണും കേട്ടോ. മിക്കവാറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ദേ ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ മഴക്കാർ നോക്കിക്കേ. അപ്പോൾ ഞാൻ പോകുന്ന സൈഡ് മിക്കവാറും നല്ല മഴയായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലോട്ട് എത്തിയപ്പോൾ നല്ല കിടിലം മഴയും നല്ല കിടിലം ബ്ലോക്കും. ഇത് കണ്ടോ, ഫുള്ളായിട്ട് വണ്ടി ബ്ലോക്ക്ഡാണ്. സാധാരണ നമ്മൾ വണ്ടി ഇവിടെ അല്ലേ ഇടാറുള്ളത്. ഇവിടെ ഇടാൻ വേണ്ടി പറ്റത്തില്ല. അയ്യോ, ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നത്, ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ മതിയായിരുന്നു. അങ്ങനെ അതെ നമ്മൾ ഷോപ്പിൻ്റെ അങ്ങോട്ട് വന്നു കേട്ടോ. ഷോപ്പിൻ്റെ അകത്ത് ഇന്ന് വലിയ സൈസ് മുതൽ കുഞ്ഞ് സൈസ് തൊട്ട് ഒരുപാട് വെറൈറ്റീസ് ഇന്ന് കാണാനുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടി വന്നേക്കുന്ന ആൾ കറക്റ്റ് സൈസാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കയറി നോക്കി, കറക്റ്റ് സൈസാണ്. അപ്പോൾ അവനെ എടുക്കുന്നതിന് മുന്നേ ഞാൻ റെഫറായിട്ട് ഒന്ന് കാണിച്ചു തരട്ടെ. എല്ലാം ഗോൾഡൻ കോബ്ര കിടക്കുന്നു. അന്ന് ഇതേപോലത്തെ ഒരെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം കേട്ടോ. നല്ല സൈസ് ഉണ്ട്. അതിൻ്റെ മീശയൊക്കെ നോക്കിക്ക്, ഇത് രസമല്ലേ, അടിപൊളി. തൊട്ട് താഴെ വരുമ്പോൾ ഇവിടെ നോക്കിക്ക്, നമ്മളെ പൈറിയിൽ കിടപ്പുണ്ട്. കാറ്റ്ഫിഷ് വെറൈറ്റിയിൽ വരുന്ന ഒരാളാണ് കേട്ടോ. ചൈനീസ് ബേസ് ഒരു 6 ഫീറ്റോ അങ്ങനെ എന്താ വരുമല്ലേ ബ്രോ? ഓക്കെ, 6 ഫീറ്റിൻ്റെ അകത്ത് വരെ ഇപ്പം വരുമോ. ലെപ്രഡേ എന്ന് പറയുന്ന വെറൈറ്റി. പിന്നെ എന്നാ എല്ലിച്ചെറി. ഓ പിന്നെ കൊള്ളാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമായിരുന്നു. ഇവിടെ നോർത്തേൺ ബൈക്ക് അന്ന് വന്നപ്പോൾ കുഞ്ഞായിരുന്നല്ലോ, അവൻ തന്നെയല്ലേ? ഓ, അന്ന് വന്നപ്പോൾ കുഞ്ഞ് സൈസായിരുന്നു കേട്ടോ. ഒരു 15 ഇഞ്ചാവും. നല്ല സൈസ് വെച്ച കേട്ടോ. ഭയങ്കര അഗ്രഷനാണ്. ഇവൻ സിംഗിൾ ആയിട്ടല്ലേ നിൽക്കുള്ളൂ. ഭയങ്കര അഗ്രഷനാണ് കേട്ടോ. പിന്നെ ഏറ്റവും താഴെ ഒരാൾ വന്ന കേട്ടോ, നമ്മളെ ക്യാറ്റ് ഫിഷ്, റെപ്റ്റൈൽ ക്യാറ്റ് ഫിഷ്. ഈ സൈസ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളെ ഫിഷ്. അന്നും ഉണ്ട് ഈ സൈസായി ബ്രോ? ഇത്ര ഉണ്ട് ഇപ്പോൾ. അതിൻ്റെ ഒരു കുഞ്ഞ് സൈസാണ് കിടക്കുന്നത്. ഈ സൈസിലൊക്കെ എന്തോ ഞാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ നല്ല രീതിയിൽ വലുതായി. അപ്പം ഈ സൈഡ് കണ്ടു. പിന്നെ ഇപ്പോൾ അതെ ഈ സൈഡ് ഒരുപാടുണ്ടല്ലേ ക്യാറ്റ് ഫിഷ്. ഇഷ്ടവും പോലെ ക്യാറ്റ് ഫിഷ് വെറൈറ്റീസ് ആട്ടോ. പ്ലാറ്റൻ റെറ്റൈൽ എടുപ്പുണ്ട്, നോർമൽ റെറ്റൈൽ എടുപ്പുണ്ട്. ഇത് ഹൈബ്രിഡ് ഷെവൽനോസ്. ഓക്കെ, ഹൈബ്രിഡ് ഷെവൽനോസ് കിടപ്പുണ്ട്. പീകോക്കിൻ്റെ എന്ത് വെറൈറ്റി ആകും? മോണോക്ലസ്. ഓക്കെ, അത് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അവിടെ കിടപ്പുണ്ട് കേട്ടോ, നൈഫ് കിടപ്പുണ്ട്. ഓക്കെ, കുറച്ച് അധികം ഓ, അപ്പം ബ്ലാക്ക് ആയതുകൊണ്ട് എൻ്റെ അമ്മ സൂപ്പർ ആയിട്ട്. ഇത് ഇച്ചിരി വലിയ സൈസ് ആവൂലേ? എത്ര മാക്സിമം എത്ര ഇഞ്ച് വരെ വലുതാവും? സ്ലോ ഗ്രോത്ത് ആണ്. ഓക്കെ ഓക്കെ. ദൈവൻ സ്പൈഡർ കിൽബെറി കേട്ടോ. അതെ, നമ്മൾ ആ പീക്കോക്ക് കണ്ട. ഓ, ഇതന്നെ ഇഷ്ടം പോലെ കേട്ടോ. ഇതുണ്ട് ഒരു കൂട്ടം ആൾക്കാർ. അവിടുന്ന് നേരെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു അരോണ കിടപ്പുണ്ട്. പിൻടെയിൽ ചലാസിയസ്. ഓക്കെ, ഇതെല്ലാം സ്മോക്കഡ് വെറൈറ്റീസാണ് കേട്ടോ ഈ കിടക്കുന്നതെല്ലാം. ഇവൻ്റെ വയർ ഇത്രയും വരുന്ന ഫുഡ് എടുത്ത് തന്നെയാണോ? താഴെ റെറ്റൈലും ഷെവൽനോസും കിടപ്പുണ്ട് കേട്ടോ. അതെ, ഇതിൻ്റെ ലിമ ഷെവൽനോസ്. എന്താ പ്രത്യേകത ഇവർക്ക്? ഓ, ഇപ്പോഴേ ലെങ്ത് കൂടുതലാണല്ലേ? വണ്ണത്തിന് പകരം ലെങ്ത് ആയിരിക്കും കൂടുതൽ. ലിമ ഷെവൽനോസ് ക്യാറ്റ്ഫിഷ് കേട്ടോ. അത് കൊള്ളാം. ഓക്കെ, റേറ്റ് ഉണ്ടോ കുമാർക്ക്? ഓ, ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ സൈഡ് ഫുൾ കവർ ചെയ്തു. പിന്നെ നേരെ അകത്തേക്ക് കുറച്ച് നല്ല വലിയ സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ കിടക്കണ കേട്ടോ. ആണോ?
ഓ യെല്ലോ സെൻറ്റാരോ അല്ലേ. ഇനിയിപ്പോൾ ഒരു 1 ഫീറ്റ് പ്ലസ് ആകുമ്പോഴല്ലേ സൈസ് കളർ വയ്ക്കുള്ളൂ. ഓക്കെ. ഓ അതെ, അകത്തോട്ട് കയറിപ്പോൾ തന്നെ ഇവൻ്റെയൊക്കെ സൈസ് ഉണ്ട്. ഇവൻ ഇതൊരു അരാപ്പയ്മ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ ഇത് മൈക്രോ പെല്ലറ്റ്സ് ആണോ? ആ അതെ, ബാക്ക് പറഞ്ഞു പോകുന്നത് മൈക്രോ പെല്ലറ്റ്സ്. ബാക്കി ഓ ഇതാണോ എല്ലാ സെൻറ്റാരോ? ഇത് ഭയങ്കര സൈസ് അല്ലേ. പക്ഷേ ഇവൻ കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടക്കുമോ? ഉറപ്പാണോ? അത് അഗ്രിഷൻ എല്ലായിടത്തും പടി കൂടുമോ? ഓക്കെ 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 ഓക്കെ. സ്നേക്ക് ഹെഡ് അല്ലേ ഇവിടെ മൊത്തം? ഇവനെന്നാ? പ്ലാറ്റിനം ബുൾച്ചിറ. ആ ആ ആ ഓക്കെ. ഓ ഇത് സ്നേക്ക് ഹെഡിൻ്റെ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ആയിട്ടത്. ഇവനൊക്കെ നോക്കിയിട്ട് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവന് ഓക്കെ. ഓ എൻ്റെ അമ്മോ, ഇത് ഭയങ്കര സൈസല്ലേ. അപ്പൊ ഈ സെയിം പാറ്റേൺ ഇവനും വരും അല്ലേ? ആൽബിനോ സ്ട്രൈറ്റ ഷോർട്ട് ബോഡി കേട്ടോ ഇത്. അത് തന്നെ 2 എണ്ണം കിടപ്പുണ്ട്. ഞാൻ അതിന്നും ചെറുതോ? ഓക്കെ. ആ അത് ലെങ്ത് ഇല്ല. ഇത് കണ്ടോ നിങ്ങൾ? അവൻ എങ്ങോട്ട് തിരിഞ്ഞില്ല. കണ്ടോ ഗോൾഡ് വിഷ് കിടക്കും പോലെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഗോൾഡൻ ഗാർ, ഇത് നല്ല സൈസായിട്ടോ. നമ്മളവിടെ 2 ഫീറ്റ് പ്ലസ് ആയ ആള്. സിംഗപ്പൂർ സിൽവർ അരോണ കേട്ടോ, നല്ല ക്വാളിറ്റി ആട്ടോ ഇത്. ചിവാറ്റി കർബി. ഓ ഓക്കെ. ഇവനൊക്കെ വലിയ സൈസാ അല്ലേ ബ്രോ? ഓക്കെ. പിന്നെ ദേ ഇവിടെ ഒരാൾ കിടക്കുന്നു. എന്ത് ലുക്കാന്ന് നോക്കിക്കേ. റയർ അല്ലേ? ഓ ഇവനെ ഭയങ്കര രസം ബ്രോ കാണാൻ. ഇതിന്റെ റേറ്റ് വന്നിട്ട് അത്രയും മുളകും. ഓ സൂപ്പർ കേട്ടോ, നല്ല പാറ്റേൺ. ഇത് ദേഹത്തൊക്കെ നല്ല പാറ്റേൺ ഉണ്ട്. ഓക്കെ. ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുമ്പോൾ ഇത് ഇടിച്ച് മുറിച്ചു. അതെ. ഓക്കെ. ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുമ്പോഴും ഉണ്ട്. ഓക്കെ. തൊട്ട് താഴെ ഉണ്ട് ബ്ലൂ പുൾച്ചെറ കേട്ടോ. ഇവിടെയൊക്കെ ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെയൊക്കെ അല്ലേ. അടിപൊളി കേട്ടോ. സ്നേക്ക് ഹെഡിലൊക്കെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. താഴെ ഇത് ഓ ഇതിൻ്റെ ഷോർട്ട് ബോഡിയാണ് കേട്ടോ നമ്മൾ നേരത്തെ മുകളിൽ കണ്ടത്. ഇവിടെ വന്നിട്ട് പാക്കു നമ്മുടെ സ്പോട്ട് ഇട്ടു. ഓക്കെ. ഈ പാക്കുവിന് ഒരാളാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ചിലപ്പോൾ പറ്റി നമുക്ക് സ്പോട്ട് ചെയ്യുന്ന ഒരാളെടുക്കാം. ഇവിടുത്തെ ടാങ്ക് വരുമ്പോൾ ഇത് പീക്കോക്കിന് വേണ്ടി മാത്രം എപ്പോഴും വെച്ചേക്കണേ അല്ലേ ബ്രോ? എത്ര എണ്ണം കഴിഞ്ഞോട്ട് വന്നപ്പോൾ ഇതിനെക്കാട്ടി വെറൈറ്റി ഉണ്ടായിരുന്നു, അത് കുറവായിരുന്നു. റോയൽ സിക്ക ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ആയിരിക്കും. എത്ര രൂപ വരും ഇപ്പം? അറൗണ്ട് ഒരു പീസ് 10K വരും. അതിന് 3 പീസ് ഉണ്ട്. ഇത് ഒരെണ്ണം, ആ മേലിൽ നിങ്ങൾ ഒരെണ്ണം, ഇത് നടക്കുന്ന. ഓ അവര് പാറ്റേൺ പറ്റും. അവര് സ്കെയില് പോകുന്നതല്ലേ വേറൊരു രീതിക്കല്ലേ? സ്നേക്ക് സ്കിൻ പീക്കോബാസ് എന്ന് പറയും. സ്നേക്ക് സ്കിൻ പീക്കോബാസ് റോയൽ 6 എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. തൊട്ട് മുകളിൽ ടെമൻസിസ് എന്നൊരു സാധനം. ടെമൻസിസ് ഓക്കെ. അത്യാവശ്യം റെയർ ആണ്. ഇതൊക്കെ നമ്മൾ നോർമൽ അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഞാൻ ആദ്യം വളർത്തിയിരുന്നത്. ഗോൾഡൻ ഗിൽബറി, ഓസിലാരിസ്, മറ്റത് മോണോക്ലസ്, പിന്നെ ബാക്കിൽ അസൂഡ് നിൽക്കുന്നുണ്ട്, സിംഗു, പിനിമ, ഓർണിക്കോ. നമ്മളിൽ ആദ്യം ഉണ്ടായിരുന്നുണ്ട് അതായിരുന്നു കേട്ടോ. ചെറുതാണ് അവിടെ കണ്ടത്. ഓ അവിടെ കണ്ടത്. ആ ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതാണ് പീക്കോക്കിൻ്റെ സെക്ഷൻ കേട്ടോ. ഇഷ്ടവും പോലെ കേട്ടോ, അടിപൊളിയായിരുന്നു. അവൻ കൊള്ളാം കേട്ടോ, റെയർ ടൈപ്പ് കൊള്ളാം, എന്തായാലും സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പീക്കോം കൂടി എടുക്കണം. അതെന്തായാലും പ്ലാന്റ് ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു വെറൈറ്റി സാധനം കൂടി എടുക്കണം, നമ്മൾ നോർമൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു കളർ. ഓക്കെ. അപ്പോൾ തൊട്ട് താഴെ വന്നിട്ടത് നോക്കിക്കേ, അരാപ്പയ്മ റെഡാണോ ഇത്? റെഡ് അരാപ്പയ്മ. ഇത് ഷെവൽനോസ് കിടപ്പുണ്ട്. ഇത് ഹൈബ്രിഡ് ഷെവൽനോസ്, ഹൈബ്രിഡ് ഷെവൽനോസും കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ കയറി കിടക്കുന്ന വാങ്ങിക്കും. അടിപൊളി കേട്ടോ. ഇതിനെ കണ്ടോ, എന്ത് രസമാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയുന്ന ഒരാളാണ് കേട്ടോ, അരാപ്പയ്മ എടുക്കണമെന്ന്. ഇവ പെട്ടെന്ന് ഗ്രോത്ത് ചെയ്യുമല്ലേ ബ്രോ? 2 മാസം മുമ്പ് ഒരു കസ്റ്റമർ കൊണ്ടുപോയതാണ്.
2 മാസം മുന്നെയോ? തന്നു അല്ലേ? വലിയ പോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തും കേട്ടോ. അപ്പോൾ ഈ കവറിൽ എല്ലാം എയറൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വിടും അല്ലേ? ഓക്കെ. അപ്പോൾ ഈ കവറിലാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഫിഷസും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ലൊക്കേഷൻ വന്നിട്ട് വെള്ളറട കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇത്രയും മോൺസ്റ്റർ ഫിഷസിനൊക്കെ കൊടുക്കുന്ന ഷോപ്പുകൾ വേറെ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ ഇന്ത്യ ഡെലിവറി കേട്ടോ. പിന്നെ ഇപ്പോൾ ഡൗട്ട്സ് ആർക്കും വേണ്ട, എനിക്ക് റിപ്ലൈ തരാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇതിൽ തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് അത് പിടിക്കാം ബ്രോ. അപ്പോൾ നമ്മളെ മോൺസ്റ്റർ ടാങ്കിലോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരിൽ ഇവരെ 2 പേരെ എടുക്കാൻ വിചാരിച്ചേട്ടോ. ഒരു കറക്റ്റ് സൈസാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു വലിയ സൈസ് ഞാൻ നോക്കി ഇച്ചിരുന്നു, പക്ഷേ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തില്ല. നമ്മുടെ നെയ്യാറ്റിൻകര ഷോപ്പിൽ ഏകദേശം ഒരു 2 feet പ്ലസ് എന്തോ ഉണ്ട്, പക്ഷേ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ 1 feet നമ്മുടെ ടാങ്കിലോട്ട് പറ്റിയ സാധനമാണ്. ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാത്തതാണ്. അപ്പോൾ അവനെയാണ് ഒരു 2 വീട്ടിലാക്കി ഇടാൻ പറ്റുമോ? അല്ല, ഒരു കവറിൽ ഇടാൻ പറ്റുമോ? ഓക്കെ ബ്രോ. അതിൽ പാക്കൂല ഏറ്റവും വലിയ നോക്കിക്കൊണ്ട് അങ്ങറ്റത്തിക്കണല്ലേ വലുത്? അവനെ എടുത്താൽ മതി. ഇതിലും ഏതാ വലുതെന്ന് ചോദിച്ചാൽ ഓ അങ്ങനെയാണോ? പാക്കുതോ അങ്ങ് അറ്റത്ത് കിടക്കണം വലുതല്ലേ? അപ്പോൾ അവനെ എടുത്താൽ മതി കേട്ടോ. അവനാകുമ്പോൾ വളർന്ന് സെറ്റാകുമ്പോൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് സെറ്റാക്കി കിട്ടും. കാരണം ഇപ്പോൾ ഉള്ള ഒരു പാക്കുനെ തന്നെ ഫീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. അവൻ എലി മുതൽ എല്ലാ ഫുഡും തിന്നും. ഞാൻ മൈസിനെയൊക്കെ ഫീഡായിട്ട് കൊടുക്കുമായിരുന്നു, അതെല്ലാം തിന്നും. ഓക്കെ. ഇവിടെ ഒരു പീക്കോക്ക് ഇരിക്കണുണ്ടോ? പണ്ടേ ഞാൻ എപ്പോൾ വരുമ്പോഴും കാണിക്കും. അടിപൊളിയല്ലേ? എല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. എവിടെ ആളെന്ത് മറ്റേ ഇപ്പം നമ്മളത് ആൾക്കാരെടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഗൗരയുണ്ട്. ഗൗര കാണിക്കാൻ മറന്നുപോയി. ഇത് റെഡ് ടൈൽ ഗൗരയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ. പിങ്ക്. ഓ ഇവിടെ പ്ലാറ്റിന ബുൾച്ചറയുടെ. ഓക്കെ. കുറേ ഉണ്ട് കേട്ടോ. ഉള്ളതിൽ ഏറ്റവും വലിയ സൈസ് വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ടാങ്കിലോട്ട് കറക്റ്റായിരിക്കും. അവർക്കും ഉപദ്രവമില്ല, ഇവർക്കും ഉപദ്രവമില്ല. ഓക്കെ. ഇപ്പം തന്നെ റെഡിഷൊക്കെ കയറിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സെറ്റ് കേട്ടോ. ഏറൊക്കെ അടിച്ച് സെറ്റാക്കി കേട്ടോ. നമ്മൾ അടുത്ത ആളെ എടുക്കുകയാണ് കേട്ടോ. ഈ ആൾ റിസ്ക് ആണ്, നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോയി നോക്കി നോക്കാം. ഇതേ കിട്ടി. ഓ അപ്പം ഇങ്ങ് വെളിയിൽ വരുവാ. ഓക്കെ. ഇതേ കിട്ടി കേട്ടോ. അയ്യോ ഇപ്പോ യെസ്. അപ്പോൾ അതെ നമ്മൾ 2 പേരെ എടുത്ത് 2 പേരെ പാക്ക് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ വണ്ടിയും കൊണ്ടുവന്ന് നമുക്ക് ഇവന്മാരെ അകത്തേക്ക് മാറ്റാം. ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇല്ല 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 ഇല്ല. ഓക്കെ. അപ്പോൾ അടുത്ത ഇനി പിന്നെ വീണ്ടും കാണാം. ഓക്കെ ബ്രോ. യെസ്. അപ്പോൾ കണ്ടായിരുന്നോ? അങ്ങനെ ദേ നിധി ചിക്കനുമായിട്ട് വരുന്നുണ്ട്. ഒരു ലോഡ് ചിക്കനുണ്ട്. ഈ ചിക്കൻ ഇത്രയും കൊടുത്താൽ മാത്രമേ ഇവരെ അങ്ങോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഗസ് ഇല്ലല്ലോ നിങ്ങൾക്ക് എന്താണെന്ന്? ഇതൊരു 1/2 കിലോ ചിക്കൻ വരും തോന്നുന്നു അല്ലേ? ഈ ഒരു നേരം കൊടുക്കുന്നതാണ് കേട്ടോ. മിനിമിക്കാണ് സത്യം. യെസ്. ഇവിടെ വെച്ച് ഈ ബോക്സിൽ തന്നെ അല്ലേ? ഈ ബോക്സിലായാലേ ഫിഷിനെ നൂത്ത് വെച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ, ചരിച്ചിടാൻ പറ്റൂല ഈ ഫിഷിനെ. ഓക്കെ. ആ പയ്യ ഡോറങ്ങ് അടച്ചേക്കോ? അടയ്ക്കാൻ പറ്റുമോ? അയ്യോ അയ്യോ ഇച്ചിരി കൂടിപ്പോയി. വാ, നെഞ്ചിടിച്ച് വാ. ചരക്ക് വീഴല്ലേ? എനിക്ക് പരിചയമുള്ളൂ. ചരക്ക് വീണിട്ടാണോ? ഇവൻ നമ്മുടെ പുതിയ ആൾക്കാരെ കണ്ടില്ല. ഇതുവരെ നമ്മളെ മേടിക്കാത്തൊരു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇട്ടു. ഇതല്ല കേട്ടോ, അത് കുഴപ്പമില്ല, വെള്ളമാണ് വീണത്. ആ
പാക്കൊക്കെ എന്ത് തോന്നണ്ടാ? പാക്കു എനിക്ക് തോന്നല്ല, കാരണം ഞാൻ റെട്ടയിൽ വലുതായി. സെവൻ ലോസ് കുറച്ച് സൈസ് വെച്ചെന്ന് തോന്നുന്നു, വീതി വേറൊന്നും തോന്നുന്നില്ല. പക്ഷെ ഗാറ് നല്ല മാറ്റമുണ്ട്. ഗാറ് നല്ല നീളം വെച്ചേട്ടോ. ചെടികളെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഉടനെ നമ്മൾ ഗപ്പി പോയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ചിക്കൻ. ഇതുവരെ നിങ്ങൾ കണ്ടില്ലല്ലേ ഞാൻ ആരാ കൊണ്ടുവന്നതെന്ന്. ഓക്കെ, നല്ല സൈസ് വെച്ച്. റെട്ടയില് കീട്ടിലായിട്ട് സൈസ് വെച്ച് കേട്ടോ. ഓ, കാലിലല്ല വാലില്. കാലിലെന്നാ? ആ, വാല്. പിന്നെ നമ്മുടെ സ്നേക്ക് ഹെഡിന്റെ ഇതുണ്ടോ, നീലവാഹയുടെ കളർ മാറിയതുണ്ടോ? നീലവാഹയൊക്കെ അതേ കളറൊക്കെ മാറി സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ എടുത്ത് കൊടുക്കാം. ഇവിടെയൊക്കെ ചിക്കൻ കഴിക്കാനുള്ള ആൾക്കാരാണ്. കഴിക്കായിരുന്നോ? ഇത് കണ്ടോ? അതെ, എന്തുമാത്രം ചിക്കനാണ് ഇട്ട് കൊടുക്കണേ നിങ്ങൾ കണ്ടോ? ഓ, കിട്ടിയ റെട്ടയിലിന് ഷവൽനോസിന് കിട്ടി. ആ ഷവൽനോസ് കിട്ടി. ഇതോ ചവയ്ക്കുന്നുണ്ട്. ഇതോ അവിടെ ഗാറ് കൊണ്ടുപോയി. ഇതേ നമ്മുടെ പീക്കോക്ക് എടുത്തില്ല. അവൻ ചവച്ചില്ല. ഇതേ നമ്മുടെ ആൽബിനോ ക്യാച്ച് ഫിഷ് അവനും എടുത്ത കേട്ടോ. തീർന്ന ഇവിടെ ഞാൻ ചൂണ്ടി കഥ പറയണതിന് മുന്നേ വെച്ച് തീർന്നു കേട്ടോ. ഓക്കെ, പാക്കു തിന്നെ എത്തിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് മീനാണ് തിന്നുന്നത്. പ്രിഫറൻസ് മീനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് റെക്റ്റൈലിനെ വേണം വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ ഇതിലുള്ള ക്യാറ്റ് ഫിഷ് അതും കൊണ്ട് ഓടെയാണ് കേട്ടോ. അതിൻ്റെ പുറകെ നമ്മുടെ നീലവാഹ ഓടുന്നുണ്ട്. പാക്കു അവിടെ നിന്ന് ഫുഡ് എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, നോർമൽ ഗാർ അല്ലേ? അതെ 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 അതെ, മറ്റേ സാധനങ്ങൾ മേടിക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പാക്കു സൈസ് വെച്ച് കേട്ടോ. സൈസ് വെച്ചല്ലേ? എടി പാവം, ഇവിടെ ഒരു ആളുണ്ട്. ആൾക്ക് ഓക്കെ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് അവന് കൊടുക്കാം, അകത്തുള്ള ആൾക്ക്. റെറ്റയിൽ ഫുഡ് എടുത്തെടുത്ത് വയറ് നിറയ്ക്കുന്നുണ്ട് കേട്ടോ. ആശ്വാസം. എടുക്കട്ടെ. ഇതേ നിധിക്ക് കുറച്ച് ഫീഡ് കിട്ടി. 3 ഉള്ള. ഓ, പീക്കോക്ക്. ഓക്കെ, നൈസ്. നമ്മളെ ഈ പാക്കൂനെ എന്ത് കഷ്ടപ്പെട്ട് ഇത്ര ഓക്കെ ആക്കി എടുത്തേന്നോ. 3 കൊടുത്തുള്ളൂ അല്ലേ? ഓക്കെ, അതെ. നിധി ഫീഡിന് വേണ്ടി അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫീഡ് കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇടുന്ന ആളെ നമുക്ക് പണി കിട്ടും. ഇവന്മാർ ഉറപ്പായിട്ടും അടിക്കും. ഒരു ഫീഡും കൂടി കിട്ടിയിട്ടുണ്ട്, അതും കൂടി കൊടുക്കുകയാണ് കേട്ടോ. കൊണ്ടുപോയി, അവൻ കൊണ്ടുപോയി. വാ, നിങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ. വാ. എന്തേലും ഏത് മറ്റേതിനെ? കൂട്ടിൻ്റെ അകത്തുള്ളത് പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് യെസ്, പക്ഷെ അവനെ തന്നെ വീണ്ടും കൊണ്ടുവന്നു. കുഞ്ഞു സൈസ് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷൊക്കെ ഞാൻ എപ്പോഴേ തപ്പി നടക്കുന്ന സാധനങ്ങളാണെന്ന്. പാക്കു സെറ്റല്ലേ? അത് തന്നെ, ഫുഡ് അല്ലെങ്കിൽ തിന്നളയും. എനിക്കറിയാം തിന്നുമെന്ന്. അപ്പോൾ ആദ്യം ഒരാളെടുത്തോ. ആക്ച്വലി ഇതിൻ്റെ ഒരു 3 ഇരട്ടി സൈസാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് നെയ്യാറ്റിൻകര ഷോപ്പിൽ. പക്ഷെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പാടാണ് കേട്ടോ. ചിലപ്പോൾ ഡെഡായി പോയാൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ പാക്കുവിനെ അതിലോട്ട് ആദ്യം തന്നെ അവങ്ങ് വീണ് കേട്ടോ. അതെ 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 അതെ. ഓ, ഓക്കെ. അപ്പോൾ അതെ നമ്മളെ പാക്കു, നമ്മളെ വൈറ്റ് പാക്കു പണ്ട് നമ്മളെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പീക്കോക്ക് ഡെഡായി പോയ സമയത്ത് നമ്മളെ ഇന്ന് പോയത് മിസ്സായതാണ് കേട്ടോ. ഞാൻ വൈറ്റ് ഈ സൈസാണ് നമുക്ക് കറക്റ്റ്. ഇതിനെക്കാട്ടി വലിയ സൈസ് എടുത്താൽ കൂടെയുള്ള ഫിഷസിൻ്റെ വാല് കടിച്ച് മുറിക്കുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഞാൻ കേട്ടു. ഇത് ചോപ്പില്ലല്ലോ. പാക്കുന് റെഡ് ഉണ്ടോ? അതെനിക്കറിയത്തില്ല കേട്ടോ. പാക്കുന് റെഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് ആളെ അങ്ങ് റിലീസ് ചെയ്യാണ്. ഇതാണ് നമ്മളെ ആളെ കേട്ടോ. ബഹളം ഉണ്ടാക്കും.
നമ്മൾ എൻ്റെ കൈപ്പത്തിയും കെട്ടി വലുതാണ് കേട്ടോ, കുറച്ച് വലിയ നമ്മളെ ടാങ്കിലോട്ട് പറ്റിയ സൈസാണ്. ഇത് ഇവിടെയാണ്. ഓക്കെ പോട്ടാ. ഈ നമ്മളിപ്പോൾ വിട്ട പാക്കുവിൻ്റെ ഒരു 2 ഇരട്ടിയും കട്ടി മുകളിലുണ്ട് കേട്ടോ നമ്മളെ ബ്ലാക്ക് പാക്കു. ബ്ലാക്ക് പാക്കു ഒക്കെ നല്ല സൈസാക്കി നമ്മൾ വളർത്തി സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ആളെ എടുക്കാം. അടുത്ത ആളെ എടുക്കുമ്പോഴാണ് റിസ്ക് കേട്ടോ. ഒരു മുഷയെ വിട്ട വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അതിൻ്റെ അവസ്ഥ ആവുമെന്ന് അറിയത്തില്ല ഇതിന്. ഓക്കെ ഇട്ടു. നമ്മളിൽ ഇതിൻ്റെ ആൽബിനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പോട്ടഡാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. പിടച്ചിലുണ്ടോ? സ്പോട്ടഡ് ഉണ്ടായിരുന്നു. സ്പോട്ടഡിനെ നമ്മൾ അവസാനം പറഞ്ഞു വിട്ടതാണ്. അതെ അതെ, നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്. എന്ത് രസം നോക്കിക്കേ. അത്ര രസമൊന്നുമില്ല. നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്പോട്ടായിട്ടാണ്. എനിക്ക് ഈ സാധനത്തിന് ഇഷ്ടമേ അല്ല. ഞാനും കുഞ്ഞ് ഇതിന് വിരോധികളാണ്. ഇവിടത്തെ ഇനി തൊട്ട് വെക്കണ കാർത്തു വേണ്ടല്ലേ? ഓക്കെ, അപ്പം അവനെ അങ്ങ് ഇട്ടേക്കാം. ഇതേ പോവാണ്. ആദ്യമേ ഒളിക്കാനാണ് കേട്ടോ പോകുന്നത്. അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് അവൻ്റെ ആൽബിനോ ക്യാറ്റ് ഫിഷ്. പീക്കോക്ക് വരണ വരക്കം കണ്ടോ? തൽപ്പര കൃഷിയല്ല. പക്ഷേ പീക്കോക്കിനെ പേടിക്കണ്ട, പക്ഷെ റെക്ടൈലിനെ പേടിക്കണം കേട്ടോ. പീക്കോക്ക് നോക്കണം നോക്കിയാൽ പീക്കോക്കിന് സ്വഭാവം ഉണ്ട് കേട്ടോ. എന്ത് പുതിയതായിട്ട് ഇതിൻ്റെ തിരക്കാലും പോയി പരിചയപ്പെടും. അതെ അതെ, പീക്കോക്കാണ് ഫസ്റ്റ് ഈ ടാങ്കിൽ വന്നത്. പീക്കോക്കാണ്. പോണടേ. അയ്യോ ഓ റെക്ടൈൽ വിട്ട് അവൻ്റെ വയറ് വീർത്തിരിക്കുന്നോണ്ടായിരിക്കും. അത് ഷോപ്പിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഓ ഒരു 2 ദിവസം അവൻ സർവൈവ് അതിൻ്റെ അകത്ത് കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു കേട്ടോ. ഇവൻ കിടന്നോളും. ഇവൻ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള അപ്ഡേഷൻ പുറമെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. വേറൊന്നുമല്ല, നന്ദൂട്ടി എണീക്കാറായി. അപ്പോൾ നന്ദു എണീക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ കരഞ്ഞ് നിലവിളിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ അതുവരെ ബൈ. പിന്നെ ഇവൻ്റെ ജീവനോടോ ഇല്ലയോ എന്നുള്ള അപ്ഡേഷൻസ് പുറമേ കാണിക്കുക. അതുപോലെ തന്നെ നമ്മളെ കിളിക്കൊണ്ടകത്ത് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ കാർത്തൂനെ കാണിച്ചു കൊടുക്കട്ടെ. അവൻ്റെ റിയാക്ഷൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. ബൈ.